മകരമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ഞങ്ങളുടെ കളരിക്കൽ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. കൊടിയേറ്റം കണ്ട് 3-ാം പക്കാണ് നമ്മുടെ പൂരം വരുന്നത്. കാലത്ത് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി ഞാനും ഏട്ടനും കൂടെ വന്നു. ഉണ്ണിക്കുട്ടൻ ഫുൾ ടൈമും ഇവിടെ തന്നെ കേട്ടോ 3 ദിവസം. പിന്നെ നമ്മുടെ മാമിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉത്സവമായിട്ട്. അപ്പോൾ മാമിമാരും തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. വലിയ ആരവങ്ങളും ഘോഷങ്ങളും ഇല്ലാതെ എന്ന് ചെറിയ തോതിൽ നമ്മുടെ വീട്ടമ്പലത്തിലൊക്കെ ഉത്സവം നടക്കില്ലേ, അതുപോലെയാണ് കേട്ടോ നമ്മുടെ കളരിക്കൽ അമ്പലത്തിലെ ഉത്സവം. എല്ലാ പ്രാവശ്യവും ആന ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ തൊഴുത് വരുന്ന നേരത്തെ ഒരു കിളിക്കൂട് ശ്രദ്ധയിൽ പെട്ടു. അത് 2 ദിവസം മുന്നേ കണ്ടിരുന്നപ്പോൾ ഈ കിളിക്കുട്ടികളൊന്നും കണ്ടില്ലേ. ഇന്ന് നോക്കുമ്പോൾ കുഞ്ഞി 2 കിളിക്കുട്ടികളും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ നേരെ പ്രാക്ടീസിന് വന്നു. ഇന്ന് ഞങ്ങൾക്ക് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം കളിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണേ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും റെഡിയായി അമ്പലത്തേക്ക് വരികയാണേ. കഴിഞ്ഞ കൊല്ലത്തെ മകരച്ചവയ്ക്ക് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ എല്ലാവരും കൂടെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു തിരുവാതിര അമ്പലത്തിൽ കളിക്കണമെന്ന്. അതെന്തായാലും നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തിരുവാതിരയൊക്കെ കളിച്ച് ഈ ഒരു തിരുവാതിരയ്ക്ക് ഒരുപാട് പ്രയത്നം കേട്ടോ. കാരണം എല്ലാവരും ജോലിക്കാരാണ്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 6:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞങ്ങളൊരു തിരുവാതിര എങ്ങോട്ട് ഒപ്പിച്ചു തന്നെ പറയാം. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായിട്ട് തിരുവാതിര കളിക്കാൻ പറ്റി. അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും ബൈ.